അങ്ങനെ ഇന്നൊരു ഞായറാഴ്ച ദിവസമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് അമ്പലത്തിൽ പോകണം. അങ്ങനെ തന്നെ കൂട്ടുകാരനെ കൂട്ടി അമ്പലത്തേക്ക് ഇറങ്ങി. പോണ വഴിക്ക് ഒരു ആനേനെ കണ്ട് പാടത്തെ വൈബും പിടിച്ച് നേരെ പോയി. രാവിലെ ആയോടുകൂടി അധികം ആരും ഉണ്ടായൊന്നുമില്ല റോഡിൽ. കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായുള്ളൂ. നമ്മന്ന് പോകുന്നത് തൃശ്ശൂർ കേട്ടാ, വടക്കുന്നാഥ അമ്പലത്തേക്ക് പോകണം. കുറേ നാളെ അങ്ങോട്ട് പോകണം എന്നൊക്കെ വിചാരിച്ചിട്ട്. അങ്ങനെ അമ്പലത്തിൻ്റെ അവിടേക്ക് എത്താനായി. ഏകദേശം ഒരു 20 കിലോമീറ്റർ ഉള്ള വീട്ടിൽ നിന്ന് അമ്പലത്തിലെത്തിയത് വേറൊരു ആന. എനിക്ക് ശരിക്കും പറഞ്ഞ അമ്പലം ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെയൊക്കെ കാണാനാണ് ഇഷ്ടം. കണ്ട ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ കാണുമ്പോൾ ഈ മരത്തിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക നേരം ഭംഗിയാണ്. ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോഴും നല്ല ഭംഗിയാണ്, പക്ഷേ എനിക്ക് ആ ഒരു സൈഡിൽ നിന്ന് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം. അങ്ങനെ നേരെ ഉള്ളിലേക്ക് കയറി. ഉള്ളിലധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. പറ്റണ പോലെ കുറച്ച് അവിടുത്തെ പശുക്കളെയും കുറച്ച് അമ്പലത്തിൻ്റെ സൈഡും അവിടെ ഇവിടെയൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്, പിന്നെ അധികം നേരം കറങ്ങി നടക്കാനൊന്നും പറ്റുന്നില്ലല്ലോ അമ്പലത്തിൽ. എന്താണ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞൊരു പ്രത്യേകത ഒരു വൈബാണ് കേട്ടോ. അങ്ങനെ നേരെ കുറച്ച് നേരം അവിടെ നടന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഒരു ഫാമിലിയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് തരാൻ പറഞ്ഞു. അവരെ ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചേട്ടൻ മയിൽപ്പീലൊക്കെ വിൽക്കാറിങ്ങണ്. രാവിലെ തന്നെ പാൻറ്റൊക്കെ ഇട്ട് ഇൻസൈഡൊക്കെ ചെയ്തിട്ട് മയിൽപ്പീല് വിൽക്കാൻ നിൽക്കുക. അങ്ങനെ തന്നെ നേരെ നടന്ന് നേരെ തെക്കേ നടയ്ക്ക് എത്തിയിട്ടാണ്. തെക്കേ നടയുടെ ഒരു ഭംഗി എന്ന് വെച്ചാൽ അതൊരു വേറെ തരം ഭംഗിയാണ്. അവിടെ നിന്നിങ്ങനെ ഫ്രണ്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ കുറേ വണ്ടികളും ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടാവും. അതിങ്ങനെ കണ്ടു നിൽക്കാനൊരു പ്രത്യേക ഫീലാണ്. അവിടെ ഇരിക്കാനും നടക്കാനും ആ ഒരു രസം തന്നെയാണ്. അങ്ങനെ കുറച്ച് നേരം കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നിന്ന് നേരെ ഇനി വീട്ടിൽ പോയിട്ട് കുറച്ച് പരിപാടി ഉണ്ട്. അപ്പോൾ